ഇന്ന് സെപ്റ്റംബർ 6, 2025. അതായത് കോളം മാരത്തോണിൻ്റെ ഹാഫ് മാരത്തോണിന് ഇനി നമുക്ക് കൃത്യം ഒരാഴ്ച ഒരു ദിവസമുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, അടുത്ത ഞായറാഴ്ചയാണ് കോളം ഹാഫ് മാരത്തോൺ. അപ്പോൾ ഇന്ന് മുതൽ വരുന്ന ദിവസങ്ങളിൽ ഞാനൊരു ഹാഫ് മാരത്തോൺ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള വീഡിയോ ചെയ്യാനാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. സ്റ്റാർട്ട് ചെയ്യുന്ന നാളത്തെ ഒരു ലോങ് റൺ ആയിരിക്കും. ലോങ് റൺ ആണെന്ന് പറയുമ്പോഴത്തേക്ക് 21 കിലോമീറ്റർ ഒന്നും ആയിരിക്കില്ല ഞാൻ ഓടുന്നത്, കാരണം നമ്മളിപ്പോൾ ഒരു ടേപ്പറിങ് ഫേസിലാണ്. അപ്പോൾ ഈ ടേപ്പറിങ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ബേസിക്കലി നമ്മളൊരു റേസിന് മുന്നേ ഉള്ള അവസാനത്തെ 2-3 വീക്കായിരിക്കും വരുന്ന ഫുൾ മാരത്തോണൊക്കെ ആകുമ്പോൾ. ഹാഫ് മാരത്തോൺ നമ്മൾ ഒരു വീക്കിൻ്റെ ടേപ്പറിങ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ടേപ്പറിങ് ഫേസിൽ നമ്മൾ നമ്മുടെ ട്രെയിനിങ് ലോഡ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. നമ്മുടെ വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിൽ നമ്മൾ കുറയ്ക്കും, കാരണം ഇഞ്ചറി ഒന്നും ഉണ്ടാവാതിരിക്കാൻ മാക്സിമം എഫേർട്ട് കൊടുക്കും. സോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ടിലൊക്കെ ഓടി നമ്മൾ ബോഡി ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഫ്രഷ് ആയിട്ട് ഹാഫ് മാരത്തോൺ ഓടാൻ പറ്റില്ല. സോ ടേപ്പറിങ് ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. അപ്പോൾ ഈ ടേപ്പറിങ് ഫേസിൽ ഞാൻ എങ്ങനെയായിരിക്കും എൻ്റെ ട്രെയിനിങ് മാനേജ് ചെയ്യുന്നത്, എൻ്റെ വെയിറ്റ് ട്രെയിനിങ് മാനേജ് ചെയ്യുന്നത്, എൻ്റെ ഡയറ്റ് മാനേജ് ചെയ്യുന്നതെന്നുള്ള സാധനങ്ങളായിരിക്കും ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു 10K റേസോ ഒരു ഹാഫ് മാരത്തോണൊക്കെ ഓടാൻ പോകുന്നവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഫീഡ്ബാക്കോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് അതിന് മറുപടി ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനത്തെ വീഡിയോസ് കാണണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പോലെ ഒരു ഹാഫ് മാരത്തോണൊക്കെ ഓടാൻ നിൽക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.